കരുളായിൽ വൻ നാശനഷ്ടം വിതച്ച് ചുഴലിക്കാറ്റ് 1 കോടിയോളം രൂപയുടെ നഷ്ടമെന്ന് പ്രാഥമിക വിലയിരുത്തൽ. പ്രദേശത്ത് അർദ്ധരാത്രിയിലുണ്ടായ അപ്രതീക്ഷിത ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം. ചൊവ്വാഴ്ച പുലർച്ചെ 12 മണിയോടെ വീശിയടിച്ച ശക്തമായ കാറ്റിൽ മേഖലയിൽ 1 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക വിലയിരുത്തൽ. വെറും 2 മിനിറ്റോളം മാത്രം നീണ്ടുനിന്ന ചുഴലിക്കാറ്റാണ് പ്രദേശത്തെ തകിടം മറിച്ചത്. വീടുകൾക്ക് കേടുപാടുകൾ. 3 പേർക്ക് പരിക്ക് പറ്റുകയും മരങ്ങൾ കടപുഴകി വീണ മേഖലയിലെ 100ഓളം വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. ഒരു വീടിന് മുകളിൽ മരം വീണതിനെ തുടർന്ന് മേൽക്കൂരയിലെ ഓടുകൾ തകർന്ന് ദേഹത്ത് വീണ ഒരു കുടുംബത്തിലെ 3 പേർക്കാണ് പരിക്കേറ്റത്. ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീട്ടുമുറ്റങ്ങളിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്കും മരങ്ങൾ വീണ വൻ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഗതാഗതവും വൈദ്യുതി ബന്ധവും പൂർണ്ണമായും നിലച്ചു. കാറ്റിൽ KSEBയുടെ 9 ഹൈടെൻഷൻ പോസ്റ്റുകളും 15 ലോ ടെൻഷൻ പോസ്റ്റുകളും തകരുകയും ലൈനുകൾ പൊട്ടിവീഴുകയും ചെയ്തതോടെ പ്രദേശത്തെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ചു. TV കേബിളുകളും വ്യാപകമായി നശിച്ചിട്ടുണ്ട്. ചെട്ടി കൂട്ടിമ്പാറ റോഡ്, ചെട്ടി കരിന്താർ റോഡ്, മേലെച്ചെട്ടി പള്ളിക്കുന്ന് റോഡ് തുടങ്ങിയ പ്രധാന റോഡുകളിലെല്ലാം മരങ്ങളും വൈദ്യുതി പോസ്റ്റുകളും വീണ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഗ്രാമീണ ഇടവഴികളിൽ പോലും കാൽനടയാത്ര സാധ്യമല്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. മേഖലയിലെ കർഷകർക്കും വൻ തിരിച്ചടിയാണ് ഈ ദുരന്തം സമ്മാനിച്ചത്. 2.5-3 ഏക്കറോളം വരുന്ന തോട്ടങ്ങളിലെ 1000-ലധികം റബ്ബർ മരങ്ങൾ കാറ്റിലൊടിഞ്ഞും കടപുഴകിയും വീണു. കൂടാതെ തേക്ക്, പ്ലാവ്, തെങ്ങ്, കമുങ്ങ് എന്നിവയും വ്യാപകമായി നശിച്ചു. വാഴ, കപ്പ തുടങ്ങിയ കാർഷിക വിളകളും പൂർണ്ണമായും നശിച്ച നിലയിലാണ്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ദുരന്ത വിവരമറിഞ്ഞ് നിലമ്പൂരിൽ നിന്നെത്തിയ അഗ്നിശമന സേനയും എമർജൻസി റെസ്ക്യൂ ഫോഴ്സും നാട്ടുകാരും ചേർന്ന് മണിക്കൂറുകൾ നീണ്ട കഠിന പ്രയത്നത്തിനൊടുവിലാണ് റോഡിലെ മരങ്ങൾ മുറിച്ചുമാറ്റി താൽക്കാലികമായി ഗതാഗത തടസ്സം ഒഴിവാക്കിയത്. വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടങ്ങൾ വിലയിരുത്തി വരികയാണ്. തകർന്ന പോസ്റ്റുകൾ മാറ്റി സ്ഥാപിച്ച് വൈദ്യുതി ബന്ധം എത്രയും വേഗം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു.